ഏവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്ക് ആധാരമായി മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യം വായിക്കട്ടെ. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ കനാന്യ സ്ത്രീയുടെ ഭൂതബാധിതയായ മകളെ കർത്താവ് സൗഖ്യമാക്കുന്ന സംഭവമാണ് വിവരിച്ചിരിക്കുന്നത്. പുറംജാതിക്കാർ ധാരാളമായി പാർക്കുന്ന സോർ സീദോൻ പ്രദേശങ്ങളിലേക്ക് യേശു കടന്നു ചെല്ലുന്നു. കനാന്യ സ്ത്രീ അവിടെ വെച്ചാണ് തൻ്റെ ആവശ്യം കർത്താവിനെ അറിയിക്കുന്നത്. 2 ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി, വിശ്വാസത്തിൻ്റെ പാതയിൽ പ്രതിബന്ധങ്ങളുണ്ട്. കനാന്യ സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചിട്ടും കർത്താവ് അവളോട് ഉത്തരമൊന്നും പറയുന്നില്ല. അവഗണനയുടെ ആദ്യ പാഠം. വീണ്ടും ശിഷ്യന്മാർ അവളുടെ കാര്യം ഓർമ്മപ്പെടുത്തുമ്പോൾ, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നുള്ള തിരസ്കരണത്തിൻ്റെ മറുപടി. ഇതൊന്നും പക്ഷേ അവളെ പിന്തിരിപ്പിക്കുന്നില്ല. കർത്താവെ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും യേശുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നുള്ള തീർത്തും നിഷേധാത്മകമായ മറുപടി. അന്നത്തെ യഹൂദ സമൂഹത്തിൻ്റെ ചിന്താഗതിയുടെ ഒരു പ്രതിഫലനമാണ് കർത്താവിൻ്റെ ഈ മറുപടിയിൽ കാണുന്നത്. ഒരു സാധാരണ വിശ്വാസി അമ്പേ വീണുപോകുന്ന ഈ പ്രതികൂല കാറ്റിലും അവൾ മുന്നേറുന്നു. നായ്ക്കുട്ടികളും ഉടയവൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് അവൾ പറഞ്ഞു. അവഗണനയോ തിരസ്കരണമോ അവഹേളനമോ ഒന്നും അവളുടെ വിശ്വാസത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കുന്നില്ല. രണ്ടാമതായി, വിശ്വാസത്തിൻ്റെ അളവുകോൽ നിശ്ചയിക്കുന്നത് മനുഷ്യനല്ല. ഇസ്രായേൽ മക്കൾ കനാന്യ ദേശം കൈവശപ്പെടുത്തുന്നതിന് മുമ്പ് അവിടെ താമസിച്ചിരുന്നവരാണ് കനാന്യർ. പരമ്പരാഗതമായ യഹൂദർ ഇവരെ അശുദ്ധർ എന്ന് കരുതിയിരുന്നു. അവരുമായുള്ള സംസർഗം യഹൂദർ പരമാവധി ഒഴിവാക്കിയിരുന്നു. ആ സമുദായത്തിൽ നിന്നുള്ള ഒരു സ്ത്രീക്ക് യഹൂദ ജനത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു വിലയും ഉണ്ടായിരുന്നില്ല. ശിഷ്യന്മാരും സമാന ചിന്താഗതിക്കാരായിരുന്നത് കൊണ്ടാണ് അവളെ പറഞ്ഞയക്കണമേ എന്ന് കർത്താവിനോട് ശുപാർശ ചെയ്യുന്നത്. മക്കളുടെ അപ്പം പങ്കിടില്ല എന്ന് വ്യക്തമാക്കിയിട്ടും കർത്താവിൻ്റെ രക്ഷാദൗത്യത്തിൽ തന്നെയും പങ്കാളിയാക്കണമേ എന്നുള്ള അവളുടെ അപേക്ഷ ആ വിശ്വാസത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. കർത്താവ് ആ വിശ്വാസത്തെ അംഗീകരിച്ച് പ്രകീർത്തിക്കുന്നു. സമൂഹം വിലയില്ലാത്തത് എന്ന് കരുതിയ ആ സ്ത്രീയുടെ വിശ്വാസം വലിയത് എന്ന് കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്നു. സമൂഹത്തിൻ്റെ സങ്കുചിത ചിന്താഗതികളും ധാരണകളും കർത്താവ് ഇവിടെ മാറ്റി എഴുതുകയാണ്. മശിഹ ഇസ്രായേലിന് മാത്രമുള്ളതല്ല എന്നും സർവ്വജനത്തിനുമുള്ളതാണ് എന്നും ശിഷ്യന്മാരെ വ്യക്തമായി പഠിപ്പിക്കാനും ഈ കർത്താവ് ഈ സംഭവത്തെ ഉപയോഗിക്കുന്നു. മറ്റുള്ളവരെ വിധിക്കുന്ന വിശ്വാസ സമൂഹമെന്ന് സ്വയം അവകാശപ്പെടുന്ന നമുക്കും ഈ കനാന്യ സ്ത്രീ ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നു. ഈ നോമ്പുകാലത്ത് ഈ നുറുങ്ങു ചിന്തകൾ ആത്മശോധനയുടെ തലങ്ങളിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.